എൻ്റെ കൊറോണ കാല ചിന്തകൾ. എന്നിലെ രാഷ്ട്രീയക്കാരൻ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്നും രാഷ്ട്രീയ ജീവിയാണെന്നുമൊക്കെ അരിസ്റ്റോട്ടിൽ എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ടെന്ന് കുറച്ച് ഉയർന്ന ക്ലാസ്സുകളിൽ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനൊക്കെ എത്രയോ മുൻപേ ഞാനൊരു സാമൂഹ്യ ജീവിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാ മാവുകളിലും പേരകളിലും തെങ്ങുകളിലുമൊക്കെ കല്ലുകൾ വലിച്ചെറിഞ്ഞതിൽ വെച്ച് സ്കൂളിൽ പരാതി വരികയും അങ്ങനെ എൻ്റെ വീടിന് പുറത്തും ഒരു സമൂഹമുണ്ടെന്നും ആ സമൂഹത്തോട് നിശ്ചിത അകലം പാലിച്ചില്ലെങ്കിൽ സ്കൂളിൽ മുന്നോട്ട് പഠിക്കാൻ കഴിയില്ലെന്നും ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ വളരെ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തു. ഇപ്പോൾ പ്രസക്തമായ ചോദ്യം ഞാനൊരു രാഷ്ട്രീയക്കാരനാണോ എന്നതാണ്. സ്വയം ചിന്തിക്കാനും വിലയിരുത്താനുമുള്ള പ്രായം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വിശ്വസിച്ചു വന്നിരുന്ന പാർട്ടിക്ക് മനുഷ്യ സ്നേഹമല്ല, മറിച്ച് സ്വന്തം രാഷ്ട്രീയ നേട്ടമാണ് വലുതെന്ന്. സ്വന്തം രാഷ്ട്രീയ നേട്ടമാണ് വലുതെന്ന് 100 പേർ യോഗം ചേർന്നാൽ 10,000 പേർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പതിയെ അടുത്ത പാർട്ടി പരീക്ഷിച്ചു. അവിടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല. വീണ്ടും ചില പാർട്ടികളിൽ പരീക്ഷണം നടത്തിയിട്ടും എനിക്ക് അവരെ ഉൾക്കൊള്ളാനോ അവിടെ തുടരാനോ താല്പര്യം തോന്നിയില്ല. ഇപ്പോൾ ഞാൻ വളരെ സ്വതന്ത്രനും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സുഹൃത്തുക്കളുള്ള വലിയൊരു സുഹൃത്ത് ബന്ധത്തിന് ഉടമയുമാണ്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലരും എന്നെ അവസരവാദിയെന്നും അഭിപ്രായ സ്ഥിരതയില്ലാത്തവനെന്നും കാലുമാറ്റക്കാരനെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്നുമൊക്കെ പറയുന്നുണ്ട്. അവരെ എതിർത്താൽ കൊള്ളാമെന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ച് ആ പേരിലല്ലാതെ എങ്ങനെയാണ് എന്നെ വിളിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചോദ്യം, ഞാനൊരു അഭിപ്രായ സ്ഥിരത ഇല്ലാത്തവനാണോ, അവസരവാദിയാണോ, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണോ എന്നൊക്കെയാണ്. അഭിപ്രായം മാറ്റപ്പെടേണ്ടവയല്ലേ? തൻ്റെ ചിന്തകൾ തെറ്റായിരുന്നുവെന്ന് മനസ്സിലായാൽ അത് തിരുത്താൻ സാധിക്കാത്തവൻ മൂരാച്ചിയല്ലേ? സയൻസിലായാലും ശാസ്ത്രത്തിലായാലും നമ്മുടെ അനുദിന ജീവിതത്തിലായാലും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു പോയി എന്നതുകൊണ്ട് മരണം വരെ അവിടെ തുടരണമെന്ന് ശഠിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? തെറ്റ് കണ്ടാൽ തിരുത്തിക്കാൻ ശ്രമിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ പ്രസ്ഥാനത്തിൽ നിന്നും മാറിപ്പോകണം. അല്ലാതെ അവസരവാദി എന്ന് മറ്റുള്ളവർ പറയുമല്ലോ എന്ന് വിചാരിച്ച് തെറ്റിന് കൂട്ടുനിൽക്കുന്നത് ആത്മവഞ്ചനയാണ്. ചുരുക്കത്തിൽ, ഞാനൊരു രാഷ്ട്രീയക്കാരനാണോ? രാഷ്ട്രീയ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഞാൻ ഭാഗവാക്കാകാറുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ശരിയായുള്ളൂ, മറ്റു പാർട്ടികളെല്ലാം തെറ്റാണ് എന്നൊരു ചിന്ത എനിക്കില്ല. രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന നയങ്ങളുമായി ഉത്തമരായ നേതാക്കളെ മുൻനിർത്തി വോട്ട് ചോദിച്ചു വരുന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടി. ആ പാർട്ടിക്കാണ് എൻ്റെ വോട്ട്. ആ അർത്ഥത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്.